പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. പൊന്നാനിയിൽ ലോക്ഡൌൺ ലംഘിച്ച മത്സ്യത്തൊഴിലാളികൾ ലേലം സംഘടിപ്പിച്ചു. 100-ലധികം ആൾക്കാർ പങ്കെടുത്ത ലേലം തിങ്കളാഴ്ച പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയാണ് നടന്നത്. 70ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 50-ലധികം വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി. കോവിഡ് നിയന്ത്രണങ്ങളും ട്രിപ്പിൾ ലോക്ക്ഡൌണും മൂലം വറുതിയിലായ പൊന്നാനി ഹാർബറിലാണ് മത്സ്യലേലം സംഘടിപ്പിച്ചത്. 100-ലധികം മത്സ്യത്തൊഴിലാളികൾ ലേലത്തിൽ പങ്കെടുത്തതായാണ് വിവരം. തിങ്കളാഴ്ച പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് ലേലം സംഘടിപ്പിച്ചത്. ഇതിനിടയിൽ പോലീസ് എത്തി ലേലത്തിൽ പങ്കെടുത്തവരെ വിരട്ടിയോടിക്കുകയായിരുന്നു. 70ഓളം പേർക്കെതിരെ ലോക്ക്ഡൌൺ ലംഘിച്ച് കൂട്ടം കൂടിയതിനു കേസെടുത്തു. ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം പിഴയടപ്പിച്ചു വിട്ടയച്ചു. അത് മത്സ്യബന്ധനത്തിനായിട്ട് പോയി ലേല നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള 58 വാഹനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആളുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പുലർച്ചെ മുതലുണ്ടായിരുന്നു. ഹാർബർ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയതാണ്. ലേലത്തിൽ പങ്കെടുക്കാനെത്തിയ 50-ലധികം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവയ്ക്കെതിരെയും പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം വിട്ടയച്ചു. 58 വാഹനങ്ങൾക്കെതിരെയാണ് പിഴയടപ്പിച്ചത്. ലേലം ചെയ്തെടുത്ത മത്സ്യം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ വാഹനങ്ങളിൽ കയറ്റിയിരുന്നു. ചില വാഹനങ്ങൾ ലേലം കൊണ്ട മത്സ്യവുമായി പോകുകയും ചെയ്തിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ആരംഭിച്ച ശേഷം ലേലം നടക്കാത്ത തീരദേശം വറുതിയിലാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ കൂടി പ്രഖ്യാപിച്ചതോടെ സാമൂഹിക അകലത്തിന്റെ പേരിൽ ലേലം നടത്തുന്നത് പോലീസും അധികൃതരും തടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാനും പോലീസും ഫിഷറീസും ചേർന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതവും ചർച്ചയായിരുന്നു. എന്നാൽ സാമൂഹിക അകലം പാലിക്കാതെ ലേലം നടത്തരുതെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്.